ഡിയർ ഫ്രണ്ട്സ്, എന്റെ കാര്യം പറയുന്നത് പൊതുവെ ഇങ്ങനെ ലൈവിൽ വരാറില്ല. നേരത്തെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയിരുന്നു, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് തോന്നിയില്ല. പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല. പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ എവിടെയാണെന്ന്. അപ്പൊ അവര് പലരും ഫേസ്ബുക്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന സംഭവം ഇല്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. പലരും നോൺ ഫോളോവേഴ്സ് നോക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് അവർ കാണുമ്പോൾ എവിടെയായിരുന്നു ബൈ ഇത്രയും കാലം കാണാറില്ലല്ലോ എന്ന് ഫ്രണ്ട്സ് അല്ലാത്തവർ ചോദിക്കാറുണ്ട് മെസ്സേജിലൊക്കെ ഇട്ട്. എനിക്ക് ഞാൻ പൊതുവെ ഞാൻ ഹൈദരാബാദിലാണെന്ന് ലൊക്കേഷൻ മെൻഷൻ ചെയ്യാറുണ്ട്. പക്ഷെ എന്താ പറയാനുള്ളത്, ഇപ്പൊ 6 വർഷമായിട്ട് ഞാൻ ഹൈദരാബാദിലാണ്. എല്ലാവർക്കും ആ ഇൻഫർമേഷന് വേണ്ടി പറയുന്നു. കൊറോണ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി. പിന്നെ തെലുങ്ക് സീരിയൽസ് അത്യാവശ്യം ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്. കേരളത്തില് സത്യം പറഞ്ഞ വർക്കൊന്നും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥകളൊക്കെ അങ്ങനെ ആയിരുന്നു ജീവിതം. പക്ഷെ ഇപ്പോ വല്ലപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് വർക്കുള്ള കാരണം തെലുങ്കില് കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോകുന്നു. നല്ല കഥാപാത്രങ്ങൾ, നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പലരും ചോദിക്കുന്നത് മലയാളത്തിൽ എന്ത് ചെയ്യാത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് മലയാളത്തിലും ചെയ്തുകൂടുന്നത്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല വേഷങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യും. ഇപ്പോഴത് ഒന്നും പറയാൻ പറ്റില്ല. നല്ല വേഷങ്ങൾക്ക് വിളിച്ചാൽ തീർച്ചയായും ചെയ്യും. ഇതൊന്ന് ഒരു കാര്യം പറയാറുണ്ട്. ഹൈദരാബാദിലാണ് ഞാനിപ്പോൾ. പിന്നെ വീഡിയോസ് ചെയ്യുന്ന ചിലർ ചോദിക്കാറുണ്ട് മലയാളി അല്ലേ, പിന്നെ എന്തിനാണ് ഈ തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാറില്ലെന്ന്. ഞാൻ ഇവിടെയുള്ള ഫീൽഡിലുള്ള ആൾക്കാരായിട്ടാണ് ഇപ്പൊ വർക്ക്സ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയുള്ള തെലുങ്ക് റീൽസ് ആൻഡ് ഹിന്ദി കോമൺ ആയിട്ട് പലവർക്കും അറിയുന്ന കാരണമാണ് ഹിന്ദിയും കൂടുതൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ 6 ഭാഷയും സംസാരിക്കാറുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് കുറെ സമയത്ത് 4-5 ഭാഷയിൽ ഒരു കാലഘട്ടത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അത് പക്ഷെ ഒന്നും പറയാനില്ല. ലൈഫില് പിന്നെ എന്തൊക്കെയോ കാര്യം കൊണ്ട് കുറെ വർഷങ്ങള് കേരളത്തിൽ വന്നിട്ട് വർക്കൊന്നും ഇല്ലാതെ അങ്ങനെ ലൈഫ് അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് തിരിച്ച് ലൈഫിൽ വല്ലതൊക്കെ ചെയ്യണമെന്ന്. ഒക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കും. നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരുടെ അടുത്ത് പറയാറുള്ളൂ, നമ്മൾ ട്രൈ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ഇല്ല, അത്ര ആ ഒരു രീതിയിൽ പോകുന്നു. പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് കലാകാരന്മാർക്കും അവസരം കിട്ടുന്ന ഏത് ഭാഷയിലായാലും അഭിനയിക്കാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് രണ്ടും. പിന്നെന്തോന്ന് പറയണമെന്ന് ആലോചിച്ചിരുന്നു. എന്തായിരുന്നു അതിനെ കുറിച്ച്. എല്ലാവർക്കും എന്തായാലും ഹായ്, താങ്ക്സ്. കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ലൈവിൽ ആദ്യത്തെ പ്രാവശ്യം വരുന്നത് ഞാൻ. ആദ്യത്തോടെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ഒക്കെ ഉള്ള സമയത്തൊക്കെ എപ്പോഴും ഒരിക്കൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഒരിക്കൽ ലൈവിൽ വന്നിട്ട് പോയപ്പോൾ എവിടെ ഓഫ് ചെയ്യേണ്ട സ്വിച്ച് പോലും എനിക്കറിയില്ലായിരുന്നു. എനിവേ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. അതെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്നെ ലവ് ചെയ്യുന്നവര് പലവരുണ്ട്. തിരിച്ചും ഞാൻ അതുപോലെ തന്നെ ലവ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ജീവചരാചരങ്ങൾക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഞാനും ലൈഫിൽ പഠിച്ചിരിക്കുന്നത് ഓരോ ദിവസം നമ്മളെ പറ്റുകയാണെങ്കിൽ ഹാപ്പി ആയിരിക്കാൻ പറ്റുക. നാളെ ഉണ്ടാവോ ഇല്ലയോ അതുപോലെ അറിയുന്ന ലൈവിൽ വരാൻ പറ്റുന്ന ഒരു ഭാഗ്യം. അതുപോലെ വീഡിയോസ് ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ഇന്ന് ഒരു വീഡിയോ ചെയ്ത് ഇട്ടാൽ പോലും പലർക്കും അറിയാൻ പറ്റാറുണ്ട് ഈ നിമിഷം വരെ പുള്ളി ആക്റ്റീവ് ആയിരുന്നു, അതിനുശേഷമായിരിക്കും മരിച്ചിരിക്കുന്നത്. അതാണ് വാസ്തവമല്ല. നമ്മൾ അപ്പോ ഈ വീഡിയോസ് ആയാലും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ വരെ പുള്ളി ആക്റ്റീവായിട്ട് ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റാറുണ്ട് പലർക്കും. പലരും മരിച്ചു പോയത് പോലും ഫേസ്ബുക്കില് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ചിലപ്പോൾ അറിയാൻ പറ്റാറുള്ളത്. അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നല്ല തന്നെയാണ്. നമ്മളുടെ പ്രത്യേകിച്ച് മനസ്സമാധാനത്തിനും വേണ്ടി ഒരു വോട്ടവർ ഇവിടെയുള്ളവർക്ക് ഞാൻ ഡാൻസ് ചെയ്യുന്ന അറിയേയില്ല, അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ആരുടെ കണ്ണ് തട്ടിയോന്ന് അറിയില്ല. ഒരു 2 മാസമായിട്ട് എന്റെ കാലിന്റെ താഴെ ഹീലിന്റെ അവിടെ ഒരു ചെറിയ ഗ്രോത്ത്, നല്ല പെയിൻ തരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ അനത്യമായിട്ടുള്ള ചെന്നൈ പോയപ്പോൾ അനത്തിലൂടെ 2 ഡാൻസും ചെയ്ത് ആഘോഷിക്കുന്ന 2-3 ഡാൻസ് ചെയ്തപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. കുറച്ചു നാളത്തേക്ക് എന്തായാലും റെസ്റ്റ് ആണ്. എല്ലാവരും പിന്നെ ഈ ഡാൻസ് കണ്ട് വെറുത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരാശ്വാസമായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ പറയുന്നു, തിരിച്ചു വരും. ആ ദൈവം എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ചില സമയത്തൊക്കെ ഒരു ഡ്രോബാക്ക് പോലെ പിടിച്ചിരുത്തും, കെട്ടിയിരുത്തും. പിന്നെയും തുറന്നു വിടുമ്പോൾ അതിനെക്കാട്ടിലും ഊർജ്ജത്തോടെ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാറുണ്ട് സർവീശ്വരൻ. അപ്പോൾ തിരിച്ചു വരും. ഡാൻസ് പിന്നെയും തുടങ്ങും.
കുറച്ചായിട്ട് 2 മാസമായിട്ട് ഈ പ്രശ്നം കാരണം ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സസൈസ് പോലെ ഞാൻ ഓടാൻ പോകാറുണ്ട്, അതിപ്പോ നിർത്തി വെച്ചിരിക്കുന്നു 2 മാസമായിട്ട്. എനിവേ, താങ്ക് യു, ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ്. ഞാൻ നോക്കുന്നില്ല എല്ലാവർക്കും മെസ്സേജ് ഉള്ളത്, പിന്നീട് ഞാൻ മെസ്സേജ് തന്നോളാം. ഗോഡ് ബ്ലെസ്. ഈ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വന്നാണ്. ലവ് യു ഓൾ, ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ്.